നമസ്കാരം, എ കെ റൈഡർ 70 ചാനൽ. ബാറ്ററിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ. നമ്മുടെ ഈ ബാറ്ററി സ്കൂട്ടറിലെ ബാറ്ററിയാണ് കേട്ടോ. റേസഡിലെ ബാറ്ററിയാണ്. ഇതിപ്പം എടുക്കാതെ വെച്ചിട്ട് കുറച്ച് ദിവസമായി, ഏകദേശം ഒരു വർഷത്തിനകത്തായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ സെൽഫ് എടുക്കാതിരുന്നപ്പോഴത്തേക്ക് നമ്മൾ മാറ്റിയിട്ട് പുതിയ ബാറ്ററി വെച്ചതാണ്. അപ്പോൾ അന്ന് ഞാനിത് ശ്രദ്ധിച്ചില്ല. ഇതങ്ങനെ എടുത്ത് പാക്ക് ചെയ്തിട്ട് ഈ കവറിനകത്തിട്ട് അങ്ങ് വെച്ചിരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വെള്ളം വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊരു ബൾബ് കത്തിക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഈ ബാറ്ററി എടുത്തതാണ്. ഒരു ഷോർട്ട് റേഞ്ച് ചെയ്യണതിനും ബൾബ് കത്തിക്കുന്നതിൻ്റെ ആയിട്ടുള്ള ആവശ്യത്തിനാണ് ഈ ബാറ്ററി ഞാനിപ്പോൾ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റ് ഇതിൻ്റെ ചാർജ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിമീറ്റർ നോക്കാം. 20ലാണ് വെച്ചിരിക്കുന്നത്. ഇത് നെഗറ്റീവിലും ഇത് പോസിറ്റീവിലും വെച്ച് നോക്കാം. എത്ര കാണിക്കുന്നു നോക്കാം. ഇത് കണ്ടോ, 11.89 വരെ കാണിക്കുന്നുണ്ട്. 11 പോയിൻറ്റ് നമുക്ക് കാണിക്കുന്നുണ്ട്. എൻ്റെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ സെൽഫ് എടുക്കാത്ത കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, 12 ഉണ്ടായിരുന്നു. നമുക്ക് ബുള്ളറ്റ് വരെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതുണ്ട്, ആംബിയർ ഇതിനകത്തുണ്ട്, പവർ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ വിഷയം. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും സെല്ല് പോയി കാണണം. ഇതിൽ ട്രൈ ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കണ്ട എന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കിത് സെല്ല് പോയോ ഇല്ലോ എന്താണെന്നുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം. സെല്ല് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് സെല്ലാണ് പോയെന്നുള്ളത് നോക്കാം. പക്ഷേ നമുക്ക് വാറണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആംബിയർ കാണിക്കും 12 വരെ. ഇപ്പോൾ നമുക്ക് ചാർജിൽ വെച്ച് കഴിഞ്ഞാൽ ചാർജിലിട്ട് നോക്കാം. ചാർജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര അത് കാണിക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ ചാർജ് ഇട്ടിട്ടുണ്ട്. ഇടാം. ചാർജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാർജിൽ ഇത് എത്രയാണ് കാണിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ചാർജിൽ കൊടുത്തിട്ടുണ്ട്. 12.5 അതിൻ്റെ 12 പോയിൻറ്റിനേക്കാളും മേളിൽ വരെയാണ്. അപ്പം ചാർജ് കയറുന്നുണ്ടെന്നാണ്. അപ്പം ചാർജിൽ നിൽക്കുന്നുണ്ട് ബാറ്ററി. ഇപ്പോൾ നമ്മൾ ബാറ്ററി കടയിൽ കൊണ്ട് പോയി കഴിഞ്ഞാലും ചിലപ്പോൾ അവർ പറയും ബാറ്ററിക്ക് കുഴപ്പമില്ല, ചാർജിൽ നിൽപ്പുണ്ട്. അപ്പോൾ വേറെ വണ്ടിക്ക് എന്തെങ്കിലും തകരാറെന്ന് പറഞ്ഞിട്ട് അപ്പം ബുള്ളറ്റ് ആയിരുന്നാലും സ്കൂട്ടർ ആയിരുന്നാലും വണ്ടി ഏതായിരുന്നാലും ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് അല്ല, വണ്ടിയുടെ ആർഡിനേറ്ററിനോ അല്ലെന്നുണ്ടെങ്കിൽ ഏതിനെങ്കിലും കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് യൂണിറ്റിനോ മാഗ്നറ്റ് കോയിലിനോ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെന്നൊക്കെ പറയാനായിട്ട് തർക്കിക്കാനോ അവർക്ക് പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചാർജിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇതാ 12 അടുത്തെത്തി. അപ്പോൾ ചാർജ് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എത്ര എന്നത് ചാർജ് വെച്ചപ്പോൾ തന്നെ ബാറ്ററി ഞാൻ ഓഫ് ചെയ്തായിരുന്നു. ചാർജർ ഓഫ് ചെയ്തായിരുന്നു. ഓഫ് ചെയ്തിട്ട് 12 അതിൽ 12നകത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനെ ഇളക്കിയിട്ട് സെല്ല് കറക്റ്റാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഏതെങ്കിലും സെല്ല് വീക്കാണെന്നുണ്ടെങ്കിൽ പോലും ഇതിങ്ങനെ കാണിക്കേണ്ടി ഇതുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് സെല്ല് നോക്കാം. അപ്പോൾ സെല്ല് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ബാറ്ററി കാണിക്കാം ഞാൻ. അപ്പോൾ സെല്ല് നമുക്ക് ഇതിനകത്തുള്ള വെള്ളമുണ്ടോ എന്താണെന്നുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ഉണ്ടല്ലോ, സോഡാപ്പൊടി ഇട്ടിട്ട് ചാർജ് ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ട്. പക്ഷേ എങ്കിലും അത് എത്രത്തോളം ഇതാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ സെല്ല് ആദ്യം നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം ഏത് സെല്ലാണ് കംപ്ലയിൻ്റ് ആണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഇളക്കണമെങ്കിൽ ഒരു ടെസ്റ്ററോ സ്ക്രൂ ഡ്രൈവറോ ഇട്ട് ഇവിടെ നിന്നാണ് ഇളക്കേണ്ടത് കേട്ടോ. നമ്മൾ സാധാരണ ഇളക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്നൊക്കെ ഒരു ഇളക്കേണ്ട, ഇത് എങ്ങനെ ഇളവില്ല കേട്ടോ. ഇത് മൊത്തം സീലിടാണ്. ഇതിങ്ങനെയല്ല ഇളക്കുന്നത്. നമുക്ക് ഈ കാണുന്ന ഒരു വെട്ടറിൻ്റെ ഭാഗമുണ്ട്. ഇവിടെ എന്തെങ്കിലും ഇട്ടിട്ട് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ഇളവും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഭാഗത്താണ് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് പതുക്കെ ഇങ്ങനെ നമുക്ക് വലിച്ചെടുക്കാം. ഉണ്ടല്ലോ. ഇതിനകത്ത് വെള്ളം ഉണ്ടാകുന്ന നോക്കട്ടെ. വെള്ളം ഒട്ടുമില്ല കേട്ടോ. ട്രൈ ആണ്. അപ്പോൾ ട്രൈ ആയതുകൊണ്ടായിരിക്കും ചാർജ് കാണിക്കണം എന്നുണ്ടെങ്കിലും ഇത് വെള്ളമില്ല ഇതിൽ. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ എടുത്തിട്ട് ഇതിൻ്റെ സെല്ലൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം.
എല്ലാത്തിനും നമ്മളിത് മൾട്ടിമീറ്റർ 20 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫേസ് ഇതിലും ന്യൂട്രൽ ഇതിലും ആക്കാം. കാണുന്നുണ്ടല്ലോ, ഇത് 0 ആയിട്ടാണ് കാണുന്നത്. അടുത്ത ഇവിടുന്ന് ഇപ്പുറത്ത് കാണിക്കാം. അതിലും വെള്ളമില്ലാത്തതുകൊണ്ടായിരിക്കാം. അടുത്ത തിരിച്ച് ഇങ്ങനെ നോക്കാം. ഈ സെല്ലിൽ ഒന്നും കാണിക്കുന്നില്ല. ഇത് നോക്കാം, ഉണ്ടോ? അതിൽ കാണിക്കുന്നുണ്ട് 27 കാണിക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ ഇത് കണ്ടിട്ട് 28, 27. പക്ഷേ ഇതിലൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിലും ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൽ 28 കാണിക്കുന്നുണ്ട്. അടുത്ത ഇതിലും 28 കാണിക്കുന്നുണ്ട്. അടുത്ത ഇതിലും കുറവാണ്. അടുത്ത ഇതിൽ നോക്കാം. അപ്പോൾ ഈ സെല്ല് 3 വർക്കാവുന്നതുകൊണ്ട് ഈ 3 സെല്ലും വർക്കാവുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളം ഒഴിക്കണ്ടെന്ന് കരുതി നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും സംഭവിച്ചതായിരിക്കും അറിയില്ല. എന്നാലും ഈ ബാറ്ററി വാങ്ങിച്ചിട്ട് എത്ര ഇതായി? 2 വർഷത്തിനകത്തേ ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ വാറണ്ടി കാർഡും നോക്കിയില്ല. അതുകൊണ്ട് അങ്ങനെ അത് അങ്ങ് പോയിട്ട് പുതിയ ബാറ്ററി വാങ്ങിച്ച് വെച്ചെന്നേ ഉള്ളൂ. സ്കൂട്ടർ ആയതുകൊണ്ട്. ബുള്ളറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഞാൻ നോക്കുമായിരുന്നു. ഇത് അവരും ശ്രദ്ധിച്ച് കാണില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഇതിൽ 3 ഇതാണ് കാണാനുള്ളത്. അപ്പോൾ 3-ലും ഒരു ശകലം പോലും വെള്ളമില്ല. വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ചാർജ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇതിൽ നിൽക്കുന്നോ എന്നുള്ളത് നോക്കാം കേട്ടോ. ചാർജ് ഇതിൽ നിൽക്കുന്നോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ കുറച്ച് സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് സോഡാപ്പൊടി നമുക്ക് ഇത്രയും ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് എല്ലാത്തിലും അങ്ങ് ഇടാം കേട്ടോ. ഇത്രയും ഒരു അളവിന് അങ്ങനെ ഇടാം. എന്നിട്ട് ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കണം. ഡിസ്റ്റിലറി വാട്ടറാണ് ഒഴിക്കേണ്ടത് കേട്ടോ. ബാറ്ററി കടയിൽ കിട്ടും അത്. ഈ ബാറ്ററി ചാർജായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല ഉപകാരമുണ്ടോ. ലൈറ്റ് എന്തെങ്കിലും കത്തിക്കാനോ ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും ഇലക്ട്രിക് വർക്ക് ചെയ്യാനും ഒക്കെ നമുക്കിതിൽ വല്ല ഹോൺ ടെസ്റ്റ് ചെയ്യാനും അതൊക്കെ ഇത് ഈ ബാറ്ററി കൊണ്ട് നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. കിട്ടില്ല കേട്ടോ. ഒരു ശകലം പോലും വെള്ളം ഇല്ലായിരുന്നു. ഇത്ര വെള്ളം ഒഴിച്ചിട്ടും നിറഞ്ഞ് വരികയാണ്. ഇങ്ങനെ എല്ലാത്തിലും നമ്മൾ കറക്റ്റിനുള്ള ലെവലിലുള്ള വെള്ളം ഒഴിക്കുക. നമ്മൾ വെള്ളം ഒഴിച്ചായിരുന്നു ഇതിൽ. വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ചാർജ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ കാണിക്കുന്ന 11.90 ആണ്. നമുക്കിത് ചാർജ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് ചാർജായി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വല്ല ബാറ്ററി ഹോൺ ടെസ്റ്റ് ചെയ്യാനോ ചെക്ക് ചെയ്യാനോ എന്തായിരുന്നാലും നമുക്കിത് കളയാതെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഹോൺ ചെക്ക് ചെയ്യാനോ അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഇതുപോലുള്ള ലൈറ്റിന് എമർജൻസി ലൈറ്റിൻ്റെ ഉണ്ട്. നല്ല വെട്ടമുണ്ട്, നല്ല പ്രകാശമുണ്ട്. ഇത്രയും 11 വാൾട്ടിലിരിക്കുകയാണ് ഇതിൽ. അപ്പോൾ ഇത്രയും നല്ല പ്രകാശമുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഒരു സെല്ല് പോയതിലാണ് ഈ വിഷയം വന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചാർജ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടല്ലോ അത് ചെറുതായിട്ട് ഈ കുമിള വരുന്നുണ്ട്. അത് സോഡ പൊടി നമ്മൾ ഇട്ടേണ്ടതാണ്. നല്ല ചാർജായിട്ട് നമുക്കൊരു 6-7 മണിക്കൂർ ഇത് കിടക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. പക്ഷേ ചാർജ് ചെയ്യാൻ വയ്ക്കുമ്പോൾ അതിൻ്റെ അടപ്പ് നമ്മൾ വയ്ക്കാൻ പാടില്ല. അല്ല തുറന്ന് വെച്ച് തന്നെ ചാർജിനിട്ടാൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഇത് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് 4 മണിക്കൂറകത്താവുന്നുണ്ട്. അപ്പോൾ ഇതൊരു പച്ച ലൈറ്റ് ചാർജറിൽ പച്ച ലൈറ്റ് കത്തിയായിരുന്നു. പച്ച ലൈറ്റാണ് ഇപ്പോൾ ബ്ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിനി അതിൽ നോക്കാം ചാർജ് എത്ര ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്തല്ല സെല്ലിലും കൂടെ ഓരോന്ന് നോക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ചാർജ് ഒന്ന് ഓഫ് ചെയ്യാം. ചാർജർ എടുക്കാം. മൾട്ടിമീറ്റർ 20 കൊടുക്കാം.
പിണ്ടിയിൽ വെച്ചിട്ടുണ്ട്. നോക്കാം 12.770 ഉണ്ട്. ഉണ്ടോയെന്നുള്ളത് സെല്ലിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. പോസിറ്റീവ് കൊടുക്കണം. നേരത്തെ നമ്മൾ കാണിച്ചപ്പോൾ ഈ 2 സെല്ല് വർക്കാവില്ലായിരുന്നു. അത് ഈ സെല്ലാണ് നമ്മൾ കാണിച്ചത്. ഈ സെല്ലിൽ 1.50 ഉണ്ട്. അടുത്ത നമുക്കിത് നോക്കാം. ഇതിലും 2 സംതിങ് ഉണ്ട്. ഇത് രണ്ടിലും വെച്ചു. ഇതിലുമുണ്ട് 2.5. ഓരോ സെല്ല് ഈ 3 സെല്ലിലായിരുന്നു നേരത്തെ സെല്ല് ചാർജ് ഒട്ടും ഇല്ലായിരുന്നത്. 1.3 അത്രയും കാണിക്കുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ കറക്റ്റാണ്. നമുക്കങ്ങനെ ഓരോന്നായിട്ട് സെല്ല് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വണ്ടിയിൽ സെൽഫ് ആകുമോ എന്ന് നോക്കണം. സെല്ല് ചെക്ക് ചെയ്യുന്നത് ഈ രീതിയിൽ നമുക്ക് സെല്ല് ചെക്ക് ചെയ്യാം. നമ്മൾ ലൈറ്റ് കത്തിച്ചപ്പോഴത്തേക്ക് നല്ല പ്രകാശമുണ്ട്. നേരത്തെ ഇത്രയും വോൾട്ടേജ് ഇത്രയും ചാർജ് ഇല്ലായിരുന്നു. ഇപ്പോൾ നല്ല ചാർജുണ്ട്. റൂമിൽ വെട്ടം ഒരു പക്ഷേ ഇല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഇത് ഉപകരിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് ഇല്ലെങ്കിൽ പോലും നമുക്കിതുപോലുള്ള ഈ ബാറ്ററി കേടാവുന്നത് കളയാതെ ഇതുപോലെ ചാർജ് നമുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീട് കംപ്ലീറ്റ് നമുക്ക് റൂമും ഇതെല്ലാം നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഭായിമാർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ഇതുപോലുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്താൻ കഴിയും. ഓക്കെ, താങ്ക് യു.